ബി എൽ ഓഫ് എക്സ് വൈയിലെ ഒരു എലമെന്റ് ക്യാപിറ്റൽ എഫ് എടുത്താൽ അതിന് ഒരു നോം നമ്മൾ ഡിഫൈൻ ചെയ്തു. നോം എഫ് ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് നോം എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എക്സ് കോമ നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇതിനെ നമ്മൾ ഓപ്പറേറ്റർ നോം എന്നാണ് വിളിക്കുന്നത്. ഈ നോമിൽ ഈ ബി എൽ ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ലീനിയർ സ്പേസ് ഒരു നോംഡ് സ്പേസ് ആയിട്ട് മാറി. ഇനി നമുക്ക് ഈ ഡെഫിനിഷൻ ഇക്വലന്റ് ആയ 3 ഡെഫിനിഷൻസ് കൂടിയുണ്ട്. നോം എഫ് ഇസ് ഈക്വൽ ടു infimum of collection of all alpha greater than or equal to 0 such that norm of f of x less than or equal to alpha into norm of x for all x element of capital X. ക്യാപിറ്റൽ എക്സിലെ എല്ലാ എക്സുകളും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തക്ക വിധത്തിലുള്ള ആൽഫകൾ കളക്ട് ചെയ്യുക. ബി എൽ ഓഫ് എക്സ് വൈയിലെ എലമെന്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാൽഫ ഉണ്ടാകുമല്ലോ. ഒരാൽഫ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അനന്തമായ ആൽഫ, അതിനേക്കാൾ വലുതായ ഏത് നമ്പറും ആൽഫ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ അനന്തമായിട്ട് ആൽഫകൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും. അത്തരം ആൽഫകളെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ എന്തെടുക്കണമെന്ന് ഇൻഫിമം എടുക്കണമെന്ന്. അങ്ങനെ ഇൻഫിമം എടുത്താൽ കിട്ടുന്നത് നമ്മൾ മുകളിൽ എടുത്തിരിക്കുന്ന അതേ നോം എഫ് തന്നെ ആയിരിക്കുമെന്ന്. മറ്റൊരു ഡെഫിനിഷൻ, നോം ഓഫ് എഫ് ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് കളക്ഷൻ ഓഫ് ഓൾ നോം എഫ് ഓഫ് എക്സ്. ആദ്യത്തെ ഡെഫിനിഷൻ പോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം. സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എക്സ് കോമ നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളതിന് പകരം നോം എക്സ് ഈക്വൽസ് 1. അതായത് യൂണിറ്റ് വെക്ടറുകൾ മാത്രം എടുത്ത് അവരുടെ നോമുകൾ എടുത്തിട്ട് സുപ്രീമം എടുത്താൽ കിട്ടുന്നതും ഇതേ നോം എഫ് തന്നെ ആയിരിക്കുമെന്ന്. പക്ഷെ ഇത് വാലിഡ് ആകണമെങ്കിൽ എക്സ് എന്ന് പറയുന്നത് നോൺ സീറോ സ്പേസ് ആയിരിക്കണം. എക്സ് സീറോ സ്പേസ് ആണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എക്സിൽ നിന്ന് 0 മാത്രമേ എടുക്കാനുള്ളൂ. 0യുടെ നോം ഒരിക്കലും 1 ആകത്തുമില്ല. അപ്പൊ പിന്നെ ഈ ഡെഫിനിഷൻ വാലിഡ് ആവത്തില്ല, ഇതൊരു എം ടി സെറ്റ് ആയി പോകും. അപ്പോൾ നമുക്ക് സുപ്രീമം കാണാൻ പറ്റത്തില്ല. എം ടി സെറ്റിന് സുപ്രീമം ഡിഫൈൻഡ് അല്ലല്ലോ, നോൺ എം ടി സെറ്റിനെ നമുക്ക് സുപ്രീമം കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എക്സ് ഒരു നോൺ സീറോ സ്പേസ് ആണെങ്കിൽ എഫിന്റെ നോം കാണാൻ ഈ സുപ്രീമം ഡെഫിനിഷനും യൂസ് ചെയ്യാം. ഇനി ഇതിനോട് ഇക്വലന്റ് ആയ മറ്റൊരു ഡെഫിനിഷൻ, നോം എഫ് ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് കളക്ഷൻ ഓഫ് ഓൾ നോം എഫ് ഓഫ് എക്സ് such that x element of x comma norm x less than 1. നോം എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആകുന്ന വെക്ടറുകൾ എടുത്ത് നോം എഫ് എക്സ് കണ്ട് സുപ്രീമം കണ്ടാലും നോം എഫ് തന്നെ കിട്ടുന്നത്. ഇതെല്ലാം ഇക്വലന്റ് ആണെന്ന്. ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. അതിന് പകരം വെക്കാവുന്നതാണ് ഈ മറ്റു 3 ഡെഫിനിഷൻസും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇവരെല്ലാം നോം എഫിന് ഈക്വൽ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പം അതിന് ഈ ആദ്യത്തെ ആളിനെ ആൽഫ നോട്ട് എന്ന് വിളിക്കുന്നു, രണ്ടാമത്തെ ആളിനെ ബീറ്റ എന്ന് വിളിക്കുന്നു, മൂന്നാമത്തെ ആളിനെ ഗാമ എന്ന് വിളിക്കുന്നു. അപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് we must prove that alpha naught equals beta equals gamma, all these 3 are equal to norm of f. ഇതെല്ലാം നോം എഫ് തന്നെയാണ് പ്രൂവ് ചെയ്യുക. എഫ് 0 ആണെങ്കിൽ if capital X is equal to 0, capital X 0 ആണെങ്കിൽ സീറോ സ്പേസ് ആണെങ്കിൽ then there is nothing to prove. ഇതെല്ലാം ഈക്വൽ ആണ്, നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും. സീറോ സ്പേസ് ആണെങ്കിൽ, എക്സ് സീറോ സ്പേസ് ആണെങ്കിൽ നമുക്ക് ഈ ഡെഫിനിഷൻ ഇല്ല, മൂന്നാമത്തെ ഡെഫിനിഷൻ ഇല്ല. ബാക്കി ഡെഫിനിഷൻ ഇല്ല. ഈ സെറ്റിനകത്ത് നമുക്ക് ആകെ 0 മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ സിംഗിൾട്ടൺ സെറ്റ് 0യുടെ സുപ്രീമം എടുത്താൽ നോം എഫ് എന്ന് പറയുന്നത് 0 കിട്ടും. എക്സ് സീറോ സ്പേസ് ആണെങ്കിൽ നോം എഫിന് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ നോമുകളുടെ സുപ്രീമോ എന്ന് പറഞ്ഞാൽ 0 മാത്രം ഇവിടെ വരുന്നത്. എക്സിന് 0 മാത്രമേ കൊടുക്കാനുള്ളൂ. എഫ് ഓഫ് 0യുടെ നോം എടുക്കേണ്ടത്. എഫ് ഓഫ് 0യുടെ നോം എടുത്താൽ എഫ് ഓഫ് 0 ആണ്, 0യുടെ നോം 0 തന്നെ. അപ്പോൾ ഈ സെറ്റ് സിംഗിൾട്ടൺ സെറ്റ് 0 ആവുകയും നോം എഫ് 0 വരികയും ചെയ്യും.
ഇനി നമ്മൾ ഈ ലാസ്റ്റ് ഗാമയുടെ ഡെഫിനിഷൻ നോക്കിയാലും അങ്ങനെ തന്നെ നോമെക്സ് ലെസ് ദാൻ 1 ആകുന്ന ഒരേ ഒരാൾ മാത്രം, 0 എന്ന് പറയുന്ന ഒരാൾ മാത്രമേ അതിനകത്തുള്ളൂ, അയാൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോം എഫ് ഓഫ് 0 എന്ന് വരും, അതും നോം 0 ആയി മാറും. അപ്പോഴും നമുക്ക് ഗാമയും 0 തന്നെ കിട്ടും. നോം എഫ് 0 കിട്ടും, ഗാമയും 0 കിട്ടും. ബീറ്റയുടെ ഡെഫിനിഷൻ നമ്മൾ എക്സ് നോട്ട് ഈക്വൽ 0 ഉള്ളൂ. ദെൻ ആൽഫ നോട്ട് എന്ന് പറയുന്നത് ഇൻഫിമം ഓഫ് ഓൾ ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 സച്ച് ദാറ്റ് നോം ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു നോം ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ 0 മാത്രമേ നമുക്ക് എക്സിന് എടുക്കാനുള്ളൂ. 0 ഈ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൽഫകളുടെ ഇൻഫിമം എടുക്കുക എന്നാ. 0 ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് 0 വരുന്നത്, ഇവിടെ 0 വരും. റൈറ്റ് സൈഡും നോം എക്സ് 0 അതും 0 ആയി പോകും. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു 0 എന്ന കണ്ടീഷൻ എല്ലാ ആൽഫയും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് എല്ലാ പോസിറ്റീവ് നോൺ നെഗറ്റീവ് ആൽഫകളും വരും. 0 തൊട്ട് മുന്നോട്ടുള്ള 0യോ അതിനേക്കാൾ വലുതോ ആയ എല്ലാ നമ്പേഴ്സും ഈ കളക്ഷനിൽ വരും. 0 തൊട്ട് മുന്നോട്ടുള്ള നോൺ നെഗറ്റീവ് നമ്പേഴ്സ് കംപ്ലീറ്റ് ഇതിനകത്തിൽ വരും. നോൺ നെഗറ്റീവ് നമ്പേഴ്സിന്റെ ഇൻഫിമം എന്ന് പറഞ്ഞാൽ 0 ആണല്ലോ, അല്ലേ? നോൺ നെഗറ്റീവ് നമ്പേഴ്സിലെ ലീസ്റ്റ് ആളാണ് 0. അപ്പൊ നോൺ നെഗറ്റീവ് നമ്പേഴ്സിന്റെ ഇൻഫിമം 0 ആണ്. ആൽഫ നോട്ടും 0 ആകും. എക്സ് 0 ആണെങ്കിൽ ആൽഫ നോട്ട് 0 ആണ്, ഗാമ 0 ആണ്, നോം ഓഫ് 0 ആണ്. സോ ഇഫ് എക്സ് ഇസ് എ 0 സ്പേസ് ദെൻ ദ റിസൾട്ട് ഈസ് ട്രിവിയൽ. ഇനി എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അപ്പോൾ ബീറ്റ കൂടിയുണ്ട്, ഇവരെല്ലാവരും ഈക്വൽ ആണെന്ന് കാണിക്കാം. assume that x is not equal to the 0 space. x 0 space അല്ല എന്നിരിക്കും. Then clearly alpha is less than or equal to alpha അല്ല, beta is less than or equal to norm f and gamma is less than or equal to norm f. ഞാൻ 1 എന്ന് നമ്പർ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത് കിട്ടുന്നത് ഇങ്ങനെ? നമ്മൾ നോക്കിയ ഡെഫിനിഷൻസ് നോക്കിയേ. ഈ നോം എഫ് കാണാൻ വേണ്ടി സുപ്രീമം എടുത്തിരിക്കുന്ന സെറ്റിനകത്ത് നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുന്ന എക്സുകളെ എല്ലാം പരിഗണിക്കുന്നുണ്ട്. ബീറ്റയ്ക്കകത്താണെങ്കിൽ നോം എക്സ് ഈക്വൽസ് 1 ആകുന്നവരെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു സബ്സെറ്റാണ് വരുന്നത്, കുറച്ച് പേര് മാത്രം. ഇനി ഗാമയ്ക്കകത്തോ നോം എക്സ് ലെസ് ദാൻ 1 ഈക്വൽസ് 1 വരുന്നവരെ ഒഴിവാക്കിക്കൊണ്ട് ലെസ് ദാൻ 1 ആണ് എടുക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ എഴുതിയിരിക്കുന്ന രണ്ട് സെറ്റുകളുടെയും കൂടെ യൂണിയനായി മേളിൽ എഴുതിയിരിക്കുന്ന സെറ്റ്, മുകളിൽ എഴുതിയിരിക്കുന്ന സെറ്റിന്റെ സുപ്രീമോ ഒഴിവാക്കിയ സെറ്റ് മാത്രം നമ്മൾ നോക്കിയാൽ മുകളിൽ എഴുതിയിരിക്കുന്ന ഒന്നാമത് എഴുതിയിരിക്കുന്ന സെറ്റിന്റെ സബ്സെറ്റുകളാണ് ഈ 3ാമതും 4ാമതും വന്നിരിക്കുന്നത്, അല്ലേ? സബ്സെറ്റിന്റെ സുപ്രീമത്തെക്കാൾ വലുതോ തുല്യമോ ആയിരിക്കും സൂപ്പർ സെറ്റിന്റെ സുപ്രീമം. ഇത് സൂപ്പർ സെറ്റ് ആണ്, ഈ രണ്ടിനേക്കാളും സൂപ്പർ സെറ്റ് ആയതുകൊണ്ട് ഈ ഏറ്റവും മുകളിൽ എഴുതിയിരിക്കുന്ന സെറ്റിന്റെ സുപ്രീമമാണ് കൂടുതലാവാൻ സാധ്യത. സോ നോം എഫ് എന്ന് പറയുന്നത് ബീറ്റയെക്കാളും ഗാമയെക്കാളും വലുതോ തുല്യമോ ആയിരിക്കും. സോ ആൽഫയും ബീറ്റയും സബ്സെറ്റുകളുടെ നോമായി വരുന്നത് കൊണ്ട്, അത് ബീറ്റയും ഗാമയും സബ്സെറ്റുകളുടെ സുപ്രീമമായിട്ട് വരുന്നത് കൊണ്ട് അത് നോം എഫിനേക്കാൾ ചെറുതോ തുല്യമോ ആയിരിക്കും. നോം എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റിന്റെ നോം എഫ് ഒരു സുപ്രീമം വെച്ചാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് ഏത് സെറ്റിന്മേലുള്ള സുപ്രീമമാണോ എടുത്തിരിക്കുന്നത് ആ സെറ്റിന്റെ സബ്സെറ്റുകളിലെ സുപ്രീമം എടുത്തുകൊണ്ടാണ് ബീറ്റയും ഗാമയും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ബീറ്റ ആൻഡ് ഗാമ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ്. അതിന്റെ ഒറ്റ കാരണം ഇതേ ഉള്ളൂ, നോം എഫ് ഒരു സൂപ്പർ സെറ്റിൽ നിന്നും കിട്ടുന്നതാണ്, അതിന്റെ സബ്സെറ്റുകളിൽ നിന്ന് കിട്ടുന്നതാണ് ബീറ്റയും ഗാമയും. അപ്പോൾ ബീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ആണ്, ഗാമ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ആണ്. Now let 0 not equal to x be an element of capital X. Capital X നോൺ സീറോ സ്പേസ് ആണല്ലോ, നോൺ സീറോ സ്പേസ് ആണ്. അപ്പോൾ അതിനകത്ത് നോൺ സീറോ എലമെന്റുകൾ ഉണ്ടല്ലോ. അപ്പോൾ ആ നോൺ സീറോ എലമെന്റുകളെ ആർബിട്രറി ആയിട്ട് എടുക്കുന്നു. എക്സിൽ നിന്ന് എനി നോൺ സീറോ എക്സ് എടുക്കുന്നു ആൻഡ് ഒരു പോസിറ്റീവ് നമ്പർ കൂടി ഫിക്സ് ചെയ്യുന്നു. 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ആർ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്പർ ആണ്, പക്ഷെ അതിന്റെ മാക്സിമം വാല്യൂ 1 ആണ്. 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ചൂസ് ചെയ്യും. ദെൻ എഫ് ലീനിയർ ആയതുകൊണ്ട് നോം ഓഫ്, കൺസിഡർ ദിസ്, നോം ഓഫ് എഫ് ഓഫ് ആർ ഇൻറ്റു എക്സ് ബൈ നോം ഓഫ് എക്സ്. നോം ഓഫ് എക്സ് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, എക്സ് നോൺ സീറോ ആണ്. ദിസ് ഈസ് ഈക്വൽ ടു, സ്കെയിലാർ പുറത്തേക്ക് എടുക്കാൻ എഫ് ലീനിയർ ആയതുകൊണ്ട് നോം ഓഫ് ആർ ബൈ എഫിന്റെ പുറത്തേക്ക് എടുക്കാം, ആർ ബൈ നോം എക്സ് ഇങ്ങനെയാകും.
ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്നാകും. ഇങ്ങനെ വരും, എഫ് ലീനിയർ ആയതുകൊണ്ട്. ഇനി നോമിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് ഇത് നമ്മുടെ ക്യാപിറ്റൽ വൈക്കകത്തെ നോമാണ്, ഇമേജിന്റെ നോമാണ്. ക്യാപിറ്റൽ വൈക്കകത്തെ നോമാണ്. അത് വെച്ചിട്ട് ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം മോഡായിട്ട്. പക്ഷെ ആർ പോസിറ്റീവാ, നോം എക്സ് നോൺ നെഗറ്റീവാ, അതിന്റെ മോഡുലസ് അത് തന്നെയാണ്, ആർ ബൈ നോം എക്സ് ഇൻറ്റു നോം എഫ് ഓഫ് എക്സ്. ഇങ്ങനെ വരും. ദിസ് ഇംപ്ലൈസ്, ഇത് നമുക്ക് മറ്റൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. നോം എഫ് എക്സിന് നോം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇതിങ്ങോട്ട് ഇപ്പുറത്തേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇങ്ങനെ വരും, ലെഫ്റ്റ് സൈഡിലുള്ളത് നോം ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് ആർ എക്സ് ബൈ നോം എക്സ് എന്നാണ്. ദിസ് നോം ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ നോം എക്സ് ബൈ ആർ. ഇത് നമ്മൾ എടുത്തിരിക്കുന്ന ഈ എല്ലാ ആറുകൾക്കും എല്ലാ നോൺ സീറോ എക്സുകൾക്കും ട്രൂ ആണ് എഴുതിയിരിക്കുന്ന റിസൾട്ട്. ഒരു ഇക്വാളിറ്റിയാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു supremum collection of all norm f of z, norm f of z, such that z is an element of x and norm of z less than or equal to, ഈക്വൽസ് കൊടുക്കാം, പിന്നെ ലെസ്സിലേക്ക് വരാം. നോം ഓഫ് ഇസഡ് ഈക്വൽസ് ആർ ഇൻറ്റു നോം ഓഫ് എക്സ് ബൈ ആർ. അതായത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഇവിടെ ഇതിനാണ് ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്തിരിക്കുന്നത്. ദിസ്, ഈ ബോക്സിൽ എഴുതിയിരിക്കുന്ന ആൾ, ആ നോമ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ സുപ്രീമം ആണെന്നാണ് എഴുതിയേക്കുന്നത്. ബാക്കി ഇൻറ്റു ഒരു പോസിറ്റീവ് നമ്പറാണ്. പോസിറ്റീവ് നമ്പർ കൊണ്ട് ഇനി ഇക്വാളിറ്റി മൾട്ടിപ്ലൈ ചെയ്താലും ഇക്വാളിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകത്തില്ല. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന ഇക്വാളിറ്റി ഇതാണ്. ഈ നോമ്, ഈ ബോക്സിലൂടെയുള്ള നോമ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ സുപ്രീമം എന്നാണ്. എന്താ കാര്യം? നമുക്കറിയാം, ഒരു സെറ്റിലുള്ള എലമെന്റുകളെല്ലാം അതിന്റെ സുപ്രീമത്തെക്കാൾ ചെറുതോ തുല്യമോ ആയിരിക്കും. സുപ്രീമോ എന്ന് പറഞ്ഞാൽ സെറ്റിന്റെ അപ്പർ ബൗണ്ടാണ്. അപ്പൊ ഈ ഇനിക്വാളിറ്റി ശരിയാണെന്ന് അറിയാൻ ഈ മേളിൽ എഴുതിയിരിക്കുന്ന ആ ആള് ഈ സെറ്റിനകത്തുണ്ടോ, ഈ സുപ്രീമൻ ഡിഫൈൻ ചെയ്തേക്കുന്ന സെറ്റിനകത്തുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഈ സെറ്റിനകത്ത് വരുന്നത് ആരാണ്? നോം ഇസഡ്. ഒരു വെക്ടറിന്റെ നോം ആർ ആണെങ്കിൽ, എക്സിലെ ഒരു വെക്ടറിന്റെ നോം ആർ ആണെങ്കിൽ അയാളുടെ ഇമേജിന്റെ നോം ഈ സെറ്റിനകത്ത് ഉണ്ടാകും. അപ്പൊ ഈ ഇനിക്വാളിറ്റി ട്രൂ ആകാൻ ഈ മുകളിൽ എഴുതിയിരിക്കുന്ന ആ എലമെന്റ് ഈ സെറ്റിനകത്ത് വന്നാൽ മതി. സെറ്റിന്റെ സുപ്രീമത്തെക്കാൾ ചെറുതോ തുല്യമോ ആയിരിക്കും സെറ്റിലുള്ള എലമെന്റുകളെല്ലാം. അപ്പൊ ഈ മുകളിൽ എഴുതിയിരിക്കുന്ന എലമെന്റ് സെറ്റിനകത്ത് ഉണ്ടെങ്കിൽ, ഈ സുപ്രീമൻ ഡിഫൈൻ ചെയ്തേക്കുന്ന സെറ്റിനകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ എഴുതിയേക്കുന്ന കറക്റ്റ്. അപ്പൊ നമുക്ക് നോക്കാം, ആ സെറ്റിനകത്ത് ഉണ്ടെന്ന് ഉറപ്പിക്കാൻ എന്ത് മതി? ഇതൊരു എഫ് ഇമേജ് ആണല്ലോ, ഇതിനകത്ത് വരുന്ന എഫ് ഇമേജിന്റെ നോം ആണല്ലോ. അപ്പോൾ ഒരു ഇമേജിന്റെ നോം ഇതിനകത്ത് വരാനുള്ള കണ്ടീഷൻ ആരുടെ ഇമേജ് ആണോ എടുത്തിരിക്കുന്നത് അയാളുടെ നോം ആർ ആകണം എന്നുള്ളതാണ് ഇവിടുത്തെ കണ്ടീഷൻ. അപ്പൊ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന ആളിന്റെ നോം ഒന്ന് നോക്കിയേ, നോം ഓഫ് ആർ എക്സ് ബൈ നോം എക്സ്. ഇമേജ് എടുത്തേക്കുന്നത് ഈ വെക്ടറിനാണ്. എൻ്റെ നോം എടുക്കുമ്പോൾ എന്ത് വരും? ആറും നോം എക്സും പുറത്തേക്ക് വരും, ആർ ബൈ എൻ്റെ മോഡുലസ് ആയിട്ട് വരും എന്ന് പറയുമ്പോൾ ആർ ബൈ നോം എക്സ് തന്നെ, അത് നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് ഇൻറ്റു നോം എക്സ് എന്ന് വരും. നോം എക്സ് ക്യാൻസൽ ആവും, ഇസ് ഈക്വൽ ടു ആർ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ അകത്തെഴുതിയിരിക്കുന്ന ആളിൻ്റെ ഇമേജ് എടുത്തിരിക്കുന്ന വെക്ടറിൻ്റെ അതിനെ നമ്മൾ ഇസഡായി കണ്ടാൽ, ഇയാളെ നമ്മൾ ഇസഡായിട്ട് കണ്ടാൽ ആ ഇസഡിൻ്റെ നോം എന്ന് പറയുന്നത് ആറിനോട് ഈക്വലാണ്. അപ്പോൾ ഈ ഇസഡിൻ്റെ, ഇതും ക്യാപിറ്റൽ എക്സിനകത്തുള്ള ഒരു വെക്ടർ ആണല്ലോ. എക്സിന്ന് എടുത്തത് നമ്മൾ സ്മോൾ എക്സ്, അതിനെ ഒരു സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ക്യാപിറ്റൽ എക്സിനകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ക്യാപിറ്റൽ എക്സിനകത്തുള്ളതായ ഈ വെക്ടറിൻ്റെ ഇമേജിൻ്റെ, ആ വെക്ടറിന്റെ നോം ആറാണ് ആയതുകൊണ്ട് അതിന്റെ ഇമേജിന്റെ നോം ഈ താഴെ സുപ്രീം എഴുതിയിരിക്കുന്ന സെറ്റിലെ മെമ്പറാണ് ആയതുകൊണ്ട് സെറ്റിലെ എലമെന്റ് അതിന്റെ സുപ്രീമത്തെക്കാൾ ചെറുത് തുല്യമായി. അതാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ആർ ഈക്വൽസ് 1 എന്ന കേസ് എടുക്കും. കൺസിഡർ ആർ ഈക്വൽസ് 1. നമ്മൾ ആറിന് കൊടുത്തേക്കുന്ന വാല്യൂ 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ ഈക്വൽ ടു 1 എന്നാണ്. അതിലെ ആർ ഈക്വൽസ് 1 എന്ന കേസ് എടുക്കുക. കൺസിഡർ r equals 1. Consider the case r equals 1. അപ്പോൾ നമുക്ക് ഈ മേളിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെ പറയാം? നോം എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം കളക്ഷൻ ഓഫ് ഓൾ നോം എഫ് ഓഫ് ഇസഡ് സച്ച് ദാറ്റ് z element of x,
മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു 1, ആറിന് 1 എന്ന് കൊടുക്കും, ഇൻറ്റു നോം എക്സ് ബൈ 1 എന്നാകും. സോ നോം എക്സ് ഇങ്ങനെ കിട്ടും. നമ്മൾ ഈ എഴുതിയിരിക്കുന്ന സുപ്രീമത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ്, അവിടെ എക്സ് മാറി ഇസഡ് വന്നേക്കുന്നേ ഉള്ളൂ. ഈ മൂന്നാമത് എഴുതിയിരിക്കുന്ന ബീറ്റ, ഈ ബീറ്റ തന്നെയാണ് അത് സുപ്രീമം ഓഫ് നോം എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എക്സ് കോമ നോം എക്സ് ഈക്വൽസ് 1. ഇത് ഈക്വൽസ് 1 ആണ്. അപ്പൊ നോം എക്സ് ഈക്വൽസ് 1, നോം അതായത് യൂണിറ്റ് വെക്ടറുകളുടെ ഇമേജുകളുടെ നോമിന്റെ സുപ്രീമോ എടുത്തേക്കുന്നത്, അതിനെ നമ്മൾ ബീറ്റ എന്ന് പേര് വിളിച്ചത്. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് ഈ സുപ്രീമോ എന്ന് പറയുന്നത് ബീറ്റയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു നോം ഓഫ് എക്സ്. സോ ദിസ് ഇംപ്ലൈസ് നോം ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ ഇൻറ്റു നോം ഓഫ് എക്സ്. നമ്മൾ നോൺ സീറോ എക്സുകൾക്കായി നമ്മൾ പ്രൂവ് ചെയ്തത്, പക്ഷേ ഇത് എവരി എക്സിന് ട്രൂ, എക്സ് ഈക്വൽ സീറോയ്ക്ക് ഇത് ട്രൂ, ട്രിവിയൽ ആണല്ലോ. എക്സിന് 0 എന്ന് കൊടുത്താൽ രണ്ട് സൈഡും 0 ആയി മാറുമല്ലോ. സോ ഇവിടെ ഫോർ ഓൾ നോൺ സീറോ എക്സ് എന്ന് പറയണ്ട, ഫോർ ഓൾ എക്സ് എന്ന് തന്നെ പറയാം. ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എക്സ്. നോൺ സീറോ എക്സുകൾക്ക് നമ്മൾ പ്രൂവ് ചെയ്തു, ഇത് 0 നോട്ട് ഈക്വൽ ടു എക്സ് ആകുന്ന നോൺ സീറോ എക്സുകൾക്കാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. പക്ഷേ ദിസ് ഇസ് ഓൾസോ ട്രിവിയലി ട്രൂ ഫോർ എക്സ് ഈക്വൽ 0 ആണ്. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാം എവരി എക്സിന് ട്രൂ ആണ്. നോം എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ ഇൻറ്റു നോം ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എക്സ് എന്ന് കിട്ടി. ഇത്തരം ബീറ്റകളുടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ബീറ്റകളുടെ ഇൻഫിമമാണ് ആൽഫ നോട്ട്. നോം എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒരു നമ്പർ ഇൻറ്റു നോം ഓഫ് എക്സ് എന്ന് വരുന്ന ആ കണ്ടീഷൻ എല്ലാ എക്സിനും സാറ്റിസ്ഫൈ ചെയ്യുന്നതായ ആൽഫകളെല്ലാം ഈ സെറ്റിനകത്ത് വരും. അപ്പൊ നമ്മളിപ്പോൾ അവിടെ കണ്ടുവച്ചിരിക്കുന്ന ബീറ്റ എന്ന് പറയുന്നത് ഈ സെറ്റിലെ മെമ്പറാണ്. കാരണം ബീറ്റ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ബീറ്റ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സംഖ്യയാണ്, അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബീറ്റ നമ്മളുടെ ഈ ആൽഫ നോട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇൻഫ്യൂമൻ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റിലെ മെമ്പറാണ്. ഈ സെറ്റിലെ ഒരു മെമ്പറാണ് ആര്? ബീറ്റ. കാരണം ബീറ്റ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എവരി എക്സിൽ. സോ ബീറ്റ ബിലോങ്സ് ടു ദിസ് സെറ്റ്. ആ സെറ്റിന്റെ ഇൻഫ്യൂമം ആൽഫ നോട്ട്. ഒരു സെറ്റിന്റെ ഇൻഫ്യൂമം സെറ്റിലുള്ളവരെക്കാളെല്ലാം ചെറുതോ തുല്യമോ ആയിരിക്കും. ബീറ്റ ഇതിനകത്തുണ്ട്, ഈ സെറ്റിനകത്തുണ്ട്. അപ്പോൾ ബീറ്റയേക്കാൾ ചെറുതോ തുല്യമോ ആയിരിക്കും ആൽഫ നോട്ട്. ഇവിടെ വെച്ച് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാം. Therefore alpha naught is the infimum of such beta. So alpha naught is less than or equal to beta. അതിനെ നമ്മൾ റിസൾട്ട് 2 എന്നെടുക്കും, ഇക്വേഷൻ 2. ഇനി കൺസിഡർ ദ കേസ് r less than 1. കൺസിഡർ ദ കേസ് r less than 1. അപ്പോൾ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത് വെച്ചിടത്തോട്ട് r ലെസ് ദാൻ 1 വെച്ചുകൊണ്ട് നമുക്ക് ഈ ഇനിക്വാളിറ്റി നോക്കാം. ഇതാണ് ഇനിക്വാളിറ്റി. നോം എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് നോം എഫ് ഓഫ് ഇസഡ് സച്ച് ദാറ്റ് ഇസഡ് എലമെന്റ് ഓഫ് എക്സ് കോമ നോം ഇസഡ് ഈക്വൽസ് r ഇൻറ്റു നോം എക്സ് ബൈ r എന്ന. ഇതിൽ r ലെസ് ദാൻ 1 എന്നുള്ളത് തൽക്കാലം ഞാൻ ഇതിനകത്ത് മാത്രം, ഇവിടെ ഈ r ഇങ്ങനെ നിൽക്കട്ട്, ഈ സെറ്റിനകത്ത് മാത്രം ഞാൻ r-ന് ലെസ് ദാൻ 1 എടുക്കുന്നു. എന്ന് വെച്ചാൽ ഞാൻ അത് മാത്രം ഒന്ന് എഴുതാം ആദ്യം, എന്നെങ്കിലേ മനസ്സിലാവൂ. സുപ്രീമം ഓഫ് നോം f of z such that z element of x comma norm z less than 1. നമ്മളിവിടെ ഈക്വൽസ് ആർന്ന് എഴുതിയേക്കുന്നത്, ഞാൻ അതൊക്കെ മാറ്റി ലെസ് ദാൻ 1 എന്നാക്കും. അപ്പോൾ ഇവിടെ ഒരു ഇനിക്വാളിറ്റി നമ്മൾ അവിടെ മുകളിൽ ചെയ്ത പോലെ ഒരു ഇനിക്വാളിറ്റി അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇവിടെ ഇപ്പുറത്ത് നോം f of r into x by nom x. ഈ ഇനിക്വാളിറ്റി ശരിയാണോ നോക്കുക. ഇത് ശരിയാണോ എന്ന് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന ആള് ഈ സെറ്റിനകത്തുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇനിക്വാളിറ്റി ശരിയായിരിക്കും. കാരണം സെറ്റിന്റെ സുപ്രീമമാണ് റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത്. സെറ്റിനകത്തുള്ളവരെല്ലാം സുപ്രീമത്തേക്കാൾ ചെറുതോ തുല്യമോ ആയിരിക്കും. അപ്പോൾ ഈ ഇനിക്വാളിറ്റി ട്രൂ ആണോ എന്ന് അറിയാൻ, ഈ എഴുതിയിരിക്കുന്ന ഇനിക്വാളിറ്റി ട്രൂ ആണോ എന്ന് അറിയാൻ ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന എലമെന്റ് സെറ്റിനകത്തുണ്ടോ, ഇയാൾ ഈ സെറ്റിനകത്തുണ്ടോ എന്ന് നോക്കിയാൽ മതി. അയാൾ സെറ്റിനകത്തുണ്ടോ എന്ന് നോക്കാൻ അയാൾക്ക് ഈ ഫോം ആയിരിക്കണം, നോം ഓഫ് എഫ് ഓഫ് എന്ന ഫോം ആയിരിക്കണം. അങ്ങനെയാണല്ലോ, നോം ഓഫ് എഫ് ഓഫ് എന്ന ഫോം ആണ്. പിന്നെ എന്ത് വേണം? ആ എഫ് ഓഫ് ഇമേജ് എടുത്തേക്കുന്ന വെക്ടറിന്റെ നോം ലെസ് ദാൻ 1 ആയിരിക്കണം, ലെസ് ദാൻ 1 ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇയാളുടെ നോം ഒന്ന് നോക്കി എന്തായിരിക്കും എന്ന്. നോം ഓഫ് ആർ എക്സ് ബൈ നോം എക്സ് നമ്മൾ മുമ്പേ ചെയ്തതാ. ദിസ് ഈസ് ഈക്വൽ ടു നോം എടുക്കുമ്പോൾ ആറും നോം എക്സും പുറത്തേക്ക് എടുക്കാം, ആർ ബൈ നോം എക്സ് ഇൻറ്റു നോം എക്സ് എന്ന് വരും. ഇത് ക്യാൻസൽ ആയി പോവും. ഇസ് ഈക്വൽ ടു 6. നമ്മൾ ഏത് കേസ് അവിടെ എടുത്തേക്കുന്നത്? r ലെസ് ദാൻ 1. സോ ദിസ് ഈസ് ലെസ് ദാൻ 1. അപ്പോൾ ഈ അകത്ത് എഴുതിയിരിക്കുന്ന ഇയാളെ നമ്മൾ z ആയിട്ട് കണ്ടാൽ
ആ ഇസഡിൻ്റെ നോം എന്ന് പറയുന്നത് ലെസ് ദാൻ 1 എന്ന് കിട്ടുന്നുണ്ട്. അപ്പം നോം ഇസഡ് ലെസ് ദാൻ 1 ആകുന്ന ഒരു ഇസഡാണിത്. ആയതുകൊണ്ട് അയാളുടെ ഇമേജിൻ്റെ നോം എടുത്താൽ ഇസഡിലെ മെമ്പർ ആയിരിക്കും. നോം എഫ് ഓഫ് ഇസഡ് ഇസഡിലെ മെമ്പർ ആയിരിക്കും. അപ്പം നമ്മൾ ഇത്തരം ഒരു ഇക്വാളിറ്റി ട്രൂ ആണോ എന്നറിയാൻ എപ്പോഴും ഈ ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്ന എലമെന്റ് ആ സെറ്റിലുണ്ടോ എന്ന് നോക്കുക. സെറ്റിലുണ്ടോ അയാളെന്നറിയാൻ സെറ്റിന്റെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ വെൻ ആർ ലെസ് ദാൻ 1 നമ്മൾ മേളിൽ എഴുതിയ ഇനിക്വാളിറ്റി നമുക്ക് ഇങ്ങനെ എഴുതാം. മുകളിൽ എഴുതിയ ഇനിക്വാളിറ്റി ഇങ്ങനെ ആയിരുന്നു, നോം ഓഫ് എഫ് ഓഫ് എക്സ് എന്നായിരുന്നു. നോം ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടിയിരുന്നു, നോം ഓഫ് എഫ് ഓഫ് ആർ ഓഫ് എക്സ് ആർ ഇൻറ്റു എക്സ് ബൈ നോം എക്സ് ഇൻറ്റു നോം എക്സ് ബൈ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം കളക്ഷൻ ഓഫ് ഓൾ norm of f of z such that z element of x comma norm of z equals r into norm x by r എന്നായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ r ലെസ് ദാൻ 1 എന്ന കേസ് അപ്ലൈ ചെയ്യുമ്പം ഇത് ഈ എഴുതിയിരിക്കുന്നത് ലെസ് ദാൻ ഇങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞാൽ ഈക്വൽസ് ആറിന് പകരം അവിടെ നമുക്ക് നോം ലെസ് ദാൻ 1 എന്ന് എഴുതാം. ഇവിടെ നോം ഇസഡ് ലെസ് ദാൻ 1. എന്നിട്ട് ഈ എഴുതിയിരിക്കുന്ന ഞാൻ മേളിൽ എഴുതിയ ഈ ഇനിക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും ഇതിന്റെ രണ്ട് സൈഡിലും നോം എക്സ് ബൈ ആർ കൊണ്ട്, അവിടെ ആർ ലെസ് ദാൻ 1 എന്ന് ഉപയോഗിച്ചിട്ടില്ല, നോം എക്സ് ബൈ ആർ കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്തു. ഈ എഴുതിയേക്കുന്ന ഇനിക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും നോം എക്സ് ബൈ ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇനിക്വാളിറ്റി കിട്ടും. അപ്പോൾ ആർ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ ഇതിലോട്ട് പോകും. ഫോർ ആർ ലെസ് ദാൻ 1 ജസ്റ്റ് നിങ്ങൾ അതിനകത്തിൽ ആർ ലെസ് ദാൻ 1 എന്ന് കൊടുത്താൽ മതി. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഈക്വൽസ് ആർ എഴുതിയേക്കുന്നതിന് പകരം ആർ ലെസ് ദാൻ 1 എന്നാകുമ്പോൾ മോഡ് ഇസഡ് ഈക്വൽസ് ആർ ആൻഡ് ആർ ലെസ് ദാൻ 1 അത് മോഡ് ഇസഡ് ലെസ് മോഡല്ല നോം ഇസഡ് ലെസ് ദാൻ 1 എന്ന് വായിക്കും. അപ്പോൾ നോം ഇസഡ് ലെസ് ദാൻ 1ലും ഈ എഴുതിയേക്കുന്ന ഇനിക്വാളിറ്റി ഇവിടെ നോം ഇസഡ് ഈക്വൽസ് ആർ എന്നുള്ളത് മാറ്റി നോം ഇസഡ് ലെസ് ദാൻ 1 എന്നിട്ടാലും ഈ എഴുതിയിരിക്കുന്ന റിസൾട്ട് ട്രൂ ആണ്. പ്രാവശ്യത്തെ ആറിന് മാറ്റമില്ലാതെ. ദിസ് ഈസ് ട്രൂ ഫോർ എവരി ആർ സാറ്റിസ്ഫൈങ് 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാവർക്കും ഇത് ട്രൂ ആണ്. സോ നമ്മൾ ഇതിന്റെ ലിമിറ്റിംഗ് കേസ് എടുക്കുന്നു. ആസ് ആർ ടെൻസ് ടു 1 ആർ ടെൻസ് ടു 1 എന്ന ലിമിറ്റിംഗ് കേസ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അതുപോലെ ഈ എഴുതിയിരിക്കുന്നത് നമ്മളുടെ നേരത്തെ ഡിഫൈൻ ചെയ്ത ഗാമയാണ്. ഗാമയുടെ ഡെഫിനിഷൻ സുപ്രീമം ഓഫ് നോം ഓഫ് എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എക്സ് ആൻഡ് നോം എക്സ് ലെസ് ദാൻ 1. നോം ലെസ് ദാൻ 1 വരുന്ന വെക്ടറുകളുടെ ഇമേജുകളുടെ നോം എടുത്ത് സുപ്രീമം എടുക്കുക എന്നാണിത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ എഴുതാം. ദിസ് ഇംപ്ലൈസ് നോം ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗാമ ഇൻറ്റു നോം എക്സ് ബൈ ആർ എന്ന് വിത്ത് ദിസ് കണ്ടീഷൻ. അതിൽ നമ്മൾ ഇനി ലിമിറ്റ് എടുക്കുന്നു. ആ ആർ ടെൻസ് ടു 1 എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിനൊന്നും മാറ്റമില്ല, ലെഫ്റ്റ് സൈഡ് ആറിന് ഇൻഡിപെൻഡന്റ് ആണ്. സോ നോം ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗാമയൊക്കെ കോൺസ്റ്റന്റ് ആണ്, ഫിക്സഡ് നമ്പർ ആണ്, ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല ബാക്കിയൊന്നും, ഇൻറ്റു നോം ഓഫ് എക്സ്. ആ ആർ ടെൻസ് ടു 1 ആകുമ്പോൾ ഇത് നോം എക്സ് ബൈ 1 ആകും, നോം എക്സ് എന്നാകും. അപ്പോൾ നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞതുപോലെ ബീറ്റയുടെ കാര്യം പറഞ്ഞ പോലെ ഗാമ ഈ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇത് എവരി നോൺ സീറോ എക്സിലാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. പക്ഷേ എക്സ് ഈക്വൽ സീറോയ്ക്ക് ട്രിവിയലായി ട്രൂ ആണ്. സോ ദിസ് ഈസ് ട്രൂ ഫോർ എവരി എക്സ് ഇൻ ക്യാപിറ്റൽ എക്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആൽഫ നോട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റിലെ മെമ്പറാണ്, ഈ സെറ്റിലെ മെമ്പറാണ് ഗാമ എന്ന് പറയാം. കാരണം നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് നോം എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗാമ ഇൻറ്റു നോം ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എക്സ് ഇപ്പോൾ ലാസ്റ്റ് കിട്ടി. സോ അങ്ങനെയുള്ള ആൽഫകളെല്ലാം ഈ സെറ്റിലുണ്ട് എന്ന് പറയുമ്പോൾ ഗാമ ഈ സെറ്റിലെ മെമ്പറാണ്. സെറ്റിന്റെ ഇൻഫിമമാണ് ആൽഫ നോട്ട് എന്നതുകൊണ്ട് ബൈ ദ ഡെഫിനിഷൻ ഓഫ് ഇൻഫിമത്തിന്റെ ഡെഫിനിഷൻ പ്രകാരം നമുക്കിവിടെ വെച്ച് പറയാം therefore ഗാമ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ നോട്ട് ഓർ ആൽഫ നോട്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗാമ. ഇത് റിസൾട്ട് 3. 3 ഇനിക്വാളിറ്റികൾ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. ആൽഫ നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റയാണ്, ആൽഫ നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗാമയാണ് ഇപ്പോൾ പ്രൂവ് ചെയ്തത്. അതുപോലെ ആദ്യം തന്നെ നമുക്ക് ബൈ ഡെഫിനിഷനിൽ നിന്ന് തന്നെ ഫോളോ ചെയ്യുന്നതാണ് ബീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ആൻഡ് ഗാമ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് എന്നുള്ളത്.
ഇപ്പൊ നമ്മൾ ചെയ്തതനുസരിച്ച് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്താൽ ചെയ്തതെല്ലാം കൂടെ കണക്ട് ചെയ്താൽ ഇങ്ങനെ കിട്ടും. ആൽഫ നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ ആണ്, ആൻഡ് ബീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ആണ്. അതേപോലെ ആൽഫ നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗാമയാണ്. ഇക്വാളിറ്റി 1 അനുസരിച്ച് ഗാമ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ആണ്. നമുക്കിതെല്ലാം ഈക്വലിനാണ് കിട്ടേണ്ടത്. അപ്പൊ ഈക്വലിന് കിട്ടാൻ ഇപ്പറേ വശത്ത് നോം എഫ് കൊണ്ടുവരണം. ഇങ്ങനെ രണ്ട് എൻഡും നോം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ നോട്ട് ഒന്നുകൂടെ പ്രൂവ് ചെയ്താൽ, അതേപോലെ അത് തന്നെ ഇവിടെ നോം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ നോട്ട് ഒന്നുകൂടെ നമുക്ക് കാണിക്കാൻ കഴിഞ്ഞാൽ ഈ ഇനിക്വാളിറ്റിയുടെ രണ്ട് എൻഡും സെയിം ആയതുകൊണ്ട് ഇത് ഇക്വാളിറ്റി ആയിട്ട് മാറും. ഓൾ ദീസ് ആർ ഈക്വൽ എന്ന് കിട്ടും. ആൽഫ നോട്ടും ബീറ്റയും നോം എഫിനോട് ഈക്വൽ എന്ന് പറയാം. ഇവിടെ നിന്ന് പറയാം ആൽഫ നോട്ടും ഗാമയും നോം എഫിനോട് ഈക്വൽ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ആൽഫ നോട്ടും ബീറ്റയും ഗാമയും നോം എഫിന് ഈക്വൽ ആണെന്ന് കിട്ടും. അപ്പൊ നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത്, നമ്മുടെ ലക്ഷ്യം ഇതാണ്, നോം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ നോട്ട് എന്നും കൂടെ പ്രൂവ് ചെയ്യുക. അതിന് ആൽഫ നോട്ടിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ആൽഫയുടെ ഡെഫിനിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തുടങ്ങുന്നു. കൺസിഡർ ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് നോം എഫ് ഓഫ് എക്സ്. നമ്മുടെ ആൽഫയുടെ ഡെഫിനിഷനകത്തുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഒരു എക്സ് നമ്മൾ ചൂസ് ചെയ്യുക. കൺസിഡർ ആൽഫ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0, എക്സ് യൂസ് ചെയ്യാന്നല്ല, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൽഫകൾ ചൂസ് ചെയ്യുകയാണ്. കൺസിഡർ ആൽഫ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് അതിൻ്റെ നോം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു നോം ഓഫ് എക്സ് ഫോർ എവരി എക്സ് ഇൻ ക്യാപിറ്റൽ എക്സ്. നമ്മൾ എഴുതിയ ആൽഫ നോട്ടിന്റെ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ സെറ്റിനകത്തെ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൽഫകളെ കൺസിഡർ ചെയ്യുകയാണ്. കൺസിഡർ ആൽഫ ഗ്രേറ്റർ ദാൻ 0 സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ നോം എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു നോം ഓഫ് എക്സ്. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. ദെൻ ഇതിൽ നമുക്ക് പറയാം നോം എഫ് ഓഫ് എക്സ്. ഇതിനെ നമുക്ക് നമ്മുടെ നോം എഫിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവരണം, നോം എഫിന്റെ ഡെഫിനിഷനിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവരണം. അപ്പം അതിനുവേണ്ടി നോം എഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഫോർ എവരി എക്സ് ഇൻ എക്സ് വിത്ത് നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. നമ്മൾ നോം എഫിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താ? നോം എഫിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് സുപ്രീമം കളക്ഷൻ ഓഫ് ഓൾ നോം എഫ് ഓഫ് എക്സ് such that x element of x with norm x less than or equal to 1. ഈ നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുന്ന എഫെക്സുകളുടെ നോമുകളുടെ കളക്ഷന്റെ സുപ്രീമമാ നോം എഫ്. അപ്പൊ നോം എഫിലേക്ക് കണക്ട് ചെയ്യാൻ ഈ കണ്ടീഷനിലോട്ട് കൊണ്ടുവരണം. അപ്പൊ അതിനെങ്ങനെ അപ്ലൈ ചെയ്തത്? ഇപ്പൊ നമ്മുടെ ഇതുണ്ട്, എവരി എക്സിൽ ഇതുണ്ട്. അതിലേക്ക് നമ്മൾ നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് അപ്ലൈ ചെയ്യുന്നു. നോം എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 എന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഈ റൈറ്റ് സൈഡ് ആൽഫ ഇൻറ്റു 1 ആയി മാറും അല്ലെ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു 1 എന്നാകും. നോം എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 ആയതുകൊണ്ട് ആൽഫ ഇൻറ്റു നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു 1 എന്നാകും. എന്ന് പറഞ്ഞാൽ ആൽഫ എന്നാകും. അപ്പോൾ ഇങ്ങനെ കിട്ടും നോം എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഫോർ എവരി എക്സ് ഇൻ എക്സ് വിത്ത് നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇവിടെ നമ്മൾ രണ്ട് സൈഡിനെ സുപ്രീമം അപ്ലൈ ചെയ്യും. സുപ്രീമം ഓഫ് കളക്ഷൻ ഓഫ് ഓൾ നോം എഫ് ഓഫ് എക്സ് ഇതിലോട്ട് വരാൻ വേണ്ടിയാണ്. such that ഈ കണ്ടീഷൻ എക്സ് എലമെന്റ് ഓഫ് എക്സ് ആൻഡ് നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ദിസ് ഈസ് ഓൾസോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത്? ഇപ്രാവശ്യം നമ്മൾ ഈ കണ്ടീഷൻ അനുസരിച്ച് ആൽഫയ്ക്ക് മാറ്റമൊന്നുമില്ലല്ലോ. ആൽഫ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, നമ്മൾ ഇവിടെ ചൂസ് ചെയ്ത ആൽഫയാണ്. ആൽഫയ്ക്ക് മാറ്റമൊന്നുമില്ല. ദാറ്റ് ഈസ് ഓൾസോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ. അതായത് ഒരു സെറ്റിലെ മെമ്പേഴ്സ് എല്ലാം ആൽഫയേക്കാൾ ചെറുതോ തുല്യമോ ആണെങ്കിൽ ആ സെറ്റിന്റെ സുപ്രീമവും ആൽഫയേക്കാൾ ചെറുതോ തുല്യമോ ആയിരിക്കും. എന്താ കാര്യം? ഈ കണ്ടീഷൻ പറയുന്നത് ആൽഫ അപ്പർ ബൗണ്ട് ആണെന്ന്. ഈ സെറ്റിന്റെ താഴെ എഴുതിയിരിക്കുന്ന സെറ്റിന്റെ അപ്പർ ബൗണ്ട് ആണ് ആൽഫ എന്ന. താഴെ എഴുതിയിരിക്കുന്ന സെറ്റിന്റെ സുപ്രീമം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് അല്ലെ? ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എനി അപ്പർ ബൗണ്ട് എന്ന കണ്ടീഷനായി എഴുതിയേക്കുന്നത്. ലെഫ്റ്റ് സൈഡ് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഒരു സെറ്റിന്റെ, റൈറ്റ് സൈഡ് എഴുതിയിരിക്കുന്നത് അതേ സെറ്റിൽ വരുന്നതായ ആളുകളുടെ ഒരു അപ്പർ ബൗണ്ട് ആണ് എഴുതിയിരിക്കുന്നത്. സോ സുപ്രീമം ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എനി ഓഫ് ദി അപ്പർ ബൗണ്ട് എന്ന കണ്ടീഷൻ വെച്ചിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇംപ്ലൈസ് ലെഫ്റ്റ് സൈഡ് നമ്മുടെ നോം എഫ് ആണ്. നോം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ. നോം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ നോട്ടാണ് നമുക്ക് വേണ്ടുന്നത്. അത് നമുക്കിവിടെ കിട്ടി. നോം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എന്ന് കിട്ടി. നോം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ, ദിസ് ഈസ് ട്രൂ ഫോർ എവരി സച്ച് ആൽഫ.
ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് ആൽഫ എടുത്താലും നമുക്ക് ഈ റിസൾട്ടിൽ എത്താം അല്ലേ? നമ്മൾ ആ കണ്ടീഷനാണ് തുടങ്ങിയത്. സോ ഞാൻ ഈ മുകളിൽ ഇപ്പോൾ ബോക്സിൽ ഇട്ട ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നോം എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു നോം ഓഫ് എക്സ് എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് ആൽഫയും ഇപ്പോൾ ഈ താഴെ എഴുതിയിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ ദിസ് ഈസ് ട്രൂ ഫോർ എവരി സച്ച് ആൽഫ. അത്തരം ആൽഫകളുടെ ഇൻഫിമമാണ് ആൽഫ നോട്ട്. സോ ഇതിന്റെ ഇത്തരം ആൽഫകളുടെ ഇൻഫിമമായ ആൽഫ നോട്ടും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ദിസ് ഇംപ്ലൈസ് നോം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ നോട്ട്. ദ റീസൺ ഇങ്ങനെ പറഞ്ഞാൽ മതി, ബിക്കോസ് ആൽഫ നോട്ട് ഈസ് ദ ഇൻഫിമം ഓഫ് സച്ച് ആൽഫ. ഇത്തരം ആൽഫകളുടെ ഇൻഫിമം ആൽഫ നോട്ട്. ഇവിടെ ഈ കണ്ടീഷൻ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആൽഫയേക്കാൾ ചെറുതോ തുല്യമാണ് നോം എഫ് എന്ന് പറയുമ്പം നമ്മുടെ ഈ ബോക്സിൽ ഇട്ടേക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൽഫകളുടെ എല്ലാം കൂടെ കളക്ഷൻ നമ്മൾ എടുത്താൽ ആ കളക്ഷന്റെ ഒരു ലോവർ ബൗണ്ട് ആ നോം എഫ് എന്ന നമ്പർ. ആൽഫകൾക്കൊരു ലോവർ ബൗണ്ട് ആ നോം എഫ്. ആൽഫ നോട്ട് ആൽഫകളുടെ ഇൻഫിമം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. അപ്പൊ ഞാൻ ഈ താഴെ എഴുതിയിരിക്കുന്ന കണ്ടീഷൻ ശരിക്കും ഇങ്ങനെയാണ് വായിക്കേണ്ടത്. എ ലോവർ ബൗണ്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. അത് ട്രൂ അല്ലേ? എല്ലാ ലോവർ ബൗണ്ടുകളിൽ വെച്ചും വലിയ ആളിനെയാണ് നമ്മൾ ഇൻഫിമോ എന്ന് പറയുന്നത്, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. ഈ ആൽഫ നോട്ട് ഈ സെറ്റിന്റെ ഈ ഇമേളിൽ എഴുതിയിരിക്കുന്ന ഈ സെറ്റിന്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് അഥവാ ഇൻഫിമമാണ്. നോം എഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ലോവർ ബൗണ്ടാണ്. ആൽഫകൾക്ക് ഒരു ലോവർ ബൗണ്ടാണ് നോം എഫ്. ആൽഫകളുടെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടാണ് ആൽഫ നോട്ട്. സോ ലോവർ ബൗണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും തമ്മിലുള്ള ബന്ധം ലോവർ ബൗണ്ട് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. അത് വെച്ചിട്ടാണ് ഇത് കിട്ടുന്നത്. ചുരുക്കി ഇത്രയും പറഞ്ഞാൽ മതി. ദിസ് ഈസ് ട്രൂ ഫോർ എവരി സച്ച് ആൽഫ. സോ ഇറ്റ് ഈസ് ഓൾസോ ട്രൂ ഫോർ ഇറ്റ്സ് ഇൻഫിമം ആൽഫ നോട്ട്. ഇത് ഫോർത്ത് കണ്ടീഷൻ. അപ്പം നമ്മൾ 1ഉം 2ഉം 3ഉം 4ഉം കൂടെ കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്നു. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് നോം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ നോട്ട് എന്ന 3യിൽ നമുക്ക് കിട്ടി. 3ലും 4ലുമായിട്ട് നമുക്ക് കിട്ടി ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ എന്നും ഓൾസോ ആൽഫ നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗാമ എന്നും കിട്ടി. ആൻഡ് 1ൽ കിട്ടിയിരുന്നു ബീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ആണെന്നും ഗാമ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് ആണ്. അപ്പോൾ ഫലത്തിൽ ഇവിടെ രണ്ടും സെയിം ആയി. അപ്പോൾ പിന്നെ ഇടയ്ക്ക് നിൽക്കുന്നവർക്കും ഈക്വൽ ആയേ പറ്റൂ. സോ നോം എഫ് ഈക്വൽസ് ആൽഫ നോട്ട് ഈക്വൽസ് ബീറ്റ ഈക്വൽസ് നോം എഫ് എന്ന ആദ്യത്തിൽ നിന്ന് കിട്ടുന്നു. അതേപോലെ രണ്ടാമത്തിൽ നിന്നും നോം എഫ് ഈക്വൽസ് ആൽഫ നോട്ട് ഈക്വൽസ് ഗാമ ഈക്വൽസ് നോം എഫ് എന്ന് കിട്ടുന്നു. എന്ന് പറഞ്ഞാൽ ആൽഫ നോട്ടും ബീറ്റയും നോം എഫിനോട് തുല്യമാണ്, ഗാമയും നോം എഫിനോട് തുല്യമാണ്. Therefore നോം എഫ് is equal to alpha naught is equal to beta is equal to gamma. All the four definitions are equivalent.